റേഷൻ കടകൾ പ്രതിസന്ധിയിൽ റേഷൻ ഡീലർ പ്രതിസന്ധിയിൽ റേഷൻ കടകൾ അട്ടിമറിക്കും അന്നമുടക്കും സർക്കാരെ പാവങ്ങളുടെ അന്നങ്ങൾ മുടക്കുന്ന ഒരു സർക്കാരെ LDF സർക്കാരെ നിങ്ങൾക്കെതിരെ ഈ സമരം നാഷണൽ കോൺഗ്രസ് പ്രതിഷേധം. റേഷൻ കടകൾക്ക് മുമ്പിൽ ഇപ്പോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 78 താലൂക്കുകളിലായിട്ട് ഏകദേശം 14,000-ഓളം റേഷൻ കടകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഈ റേഷൻ കടകളെയെല്ലാം നമുക്ക് സാധനങ്ങൾ സബ്സിഡി നിരക്കിലൊക്കെ ഇവിടെ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന റേഷനിങ് സമ്പ്രദായം അത് അട്ടിമറിക്കുന്ന തരത്തിലേക്കാണ് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അനിൽകുമാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഭരണം മുന്നോട്ട് പോകുന്നു. അവർക്ക് വേണ്ടുന്ന കമ്മീഷൻ യഥാസമയം കൊടുക്കുന്നില്ല. നമുക്കറിയാം, സാധാരണക്കാർ ആളുകൾക്ക് ഇവിടെ ഷോപ്പ് ചെയ്ത് കൃത്യസമയത്ത് വിതരണം ചെയ്യുന്ന ഓൺലൈൻ സമ്പ്രദായത്തിലൂടെയൊക്കെ ആക്ടിമാറ്റിയപ്പോഴും അതിനെയെല്ലാം പഠിച്ചെടുത്തുകൊണ്ട് വളരെ സുഗമമായി ജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിതരണം യഥാസമയം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന റേഷൻ കടകളുടെ വ്യാപാരികൾക്ക് അവർക്ക് യഥാസമയം കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, അവർക്ക് കിട്ടേണ്ട കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാതെ അവരുമായി യാതൊരു ചർച്ചയും നടത്താതെ എല്ലാം തന്നെ ഇഷ്ടപ്രകാരം ഇത് റേഷൻ കടകൾ ഇല്ലെങ്കിൽ പോലും അവർക്ക് മുന്നോട്ട് പോകാമെന്നുള്ള തരത്തിലേക്ക് സംസ്ഥാനത്തെ സാധാരണക്കാരെ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റായി LDFൻ്റെ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റേഷൻ കടകളെല്ലാം നമുക്കറിയാം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തി. അവരാവശ്യപ്പെട്ടത് എല്ലാ മാസവും 15-ാം തീയതിക്ക് മുമ്പ് കൃത്യമായിട്ട് കമ്മീഷൻ ലഭ്യമാക്കണം. അതുപോലെ തന്നെ ഈ അവരുമായി പ്രതിസന്ധികൾ അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും തയ്യാറാവാത്ത ഗവൺമെൻറ് മുമ്പിൽ ആണ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ മുന്നോട്ട് പോയത്. കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ള രീതിയിലൊരു പ്രചരണം റേഷൻ കടകൾക്ക് ഉടമകൾക്കെതിരായി എന്നോട് തന്നെ നേരിട്ട് ഇന്നലെ തൊടുപുഴയിൽ സമരം നടത്തിയപ്പോൾ ഞാനവിടെ കടന്നു ചെന്നപ്പോൾ റേഷൻ കട ജോഡി വലിയൊരടക്കം അവിടെ ഉണ്ടായി. എന്നോട് ചിലത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ റേഷൻ കടയിൽ കൂടുതൽ ആവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് പാവപ്പെട്ടവർ കൊടുക്കാൻ റേഷൻ കടകൾക്കൊക്കെ കിട്ടുകയുള്ളൂ. റേഷൻ കടകളിലൊന്നുമില്ല. ഇത്തവണ നമ്മൾ സപ്ലൈക്കോയിൽ പോയി ഓണക്കാലത്ത് ചെന്നപ്പോൾ എല്ലാം എഴുതി വയ്ക്കും നമ്മുടെ ഇതിൽ, പക്ഷെ സാധനങ്ങളൊന്നുമില്ല. അതിൻ്റെ എല്ലാം പണം വരുമ്പോൾ അവർ ചെന്ന് റേഷൻ കട ഇത് ജീവനക്കാർക്ക് നേരെയാണ് ഇത് ഇവർ പറയുന്നു, ഇവിടെ വർഷങ്ങളായി നിൽക്കുന്ന റേഷൻ ഷോപ്പുകളിൽ ക്ഷേമനിധി ഏർപ്പെടുത്തണം, അവരുടെ കമ്മീഷൻ കൊടുക്കണം. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ന്യായമാണ്. അതോടൊപ്പം ഉപഭോക്താക്കൾക്ക് അരി കിട്ടണം, ഇപ്പോൾ ഗോതമ്പ് കിട്ടണം, അല്ലെ മണ്ണെണ്ണ എന്നൊക്കെ ഉള്ളത് അസ്തമിച്ചു. ഇപ്പോൾ മണ്ണെണ്ണ ടാങ്ക് വരില്ല. പണ്ടൊക്കെ ഏത് റേഷൻ കടയിൽ ചെന്നാൽ മണ്ണെണ്ണ ടാങ്ക് ഉണ്ടായി. ഇപ്പോൾ മണ്ണെണ്ണ എന്ന് കേട്ടാൽ പുതിയ തലമുറയ്ക്ക് അറിയാൻ മേലാത്ത സ്ഥിതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നമ്മൾ ഈ 2 വീലറുകളുകൊണ്ട് പെട്രോളിനെ കുറിച്ചൊക്കെ അറിയാം, ഡീസലിനെ കുറിച്ചറിയാം. ഞാൻ പറഞ്ഞു വന്നത് ആവശ്യ സാധനങ്ങൾ നടക്കുന്നില്ല. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരം നടത്തുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷക്കാലം 9 വർഷക്കാലം കഴിയാൻ പോവുകയാണ്. ഈ ജനജീവിതം ദുസ്സഹമായിരിക്കുക. ഇവിടെ ഇപ്പോൾ ഡിസ്റ്ററികൾ ആരംഭിക്കുക, അങ്ങനെ തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. കമ്മീഷൻ കിട്ടുന്ന ഇടപാടുകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഇന്നിപ്പോൾ ഞാൻ ഇതിലെ കേരളയിൽ പോലുള്ള സംവിധാനങ്ങൾ അതിനെയെല്ലാം ന്യായീകരിക്കുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ജോലിയാൻ കണ്ടെത്തിയിരിക്കുകയാണ്. എന്താ പറഞ്ഞത്, പാലക്കാട് നിന്ന് അപ്പവുമായി രാവിലെ 6 മണിക്ക് കേരളയിൽ കയറി തിരുവനന്തപുരത്ത് വിറ്റ് 9 മണിക്ക് തിരിച്ചു വന്ന് കഞ്ഞി കുടിക്കാം ഉള്ള സംവിധാനം ഉണ്ടാക്കിയ സർക്കാരാണ്. ഇതൊക്കെ പറയാനുള്ള തൊലിക്കട്ടി CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഇതൊക്കെ ഒട്ടേറെ നേതാക്കന്മാർ വളരെ പ്രഗത്ഭന്മാർ നേതൃത്വം കൊടുത്തിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി ഇതുപോലെ ചുംബനായ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു. എല്ലാ രംഗത്തും കച്ചവടമാണ്. ഇവിടെ പാലക്കാട്ട് മദ്യശാല തുറക്കുമ്പോൾ 1500 പേർക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ഭൂഗർഭ ജലം ദുരുപയോഗം ചെയ്തു. ഇപ്പോൾ CPIക്കാർ അതിനെ എതിർത്തിട്ടുണ്ട്, നടത്തുന്നില്ല. അവരുടെ കാര്യമായതുകൊണ്ട് എപ്പോഴാണ് മാറ്റി പറയണമെന്നും പറയാൻ പറ്റാത്ത സ്ഥിതി വിശേഷത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ആവശ്യ സാധനങ്ങൾ എല്ലാ രംഗം വിലവർത്തനം ഉണ്ടാക്കും. കമ്പോളത്തിലോട്ട് ആളുകൾക്ക് ഇറക്കാൻ മേല. ചെറിയ കച്ചവട സ്ഥാപനങ്ങളെല്ലാം നിന്നു പോകും. കാരണം എല്ലാവർക്കും ഓൺലൈനിലാണ്. ഓൺലൈനിലൂടെ ഞാനിപ്പോൾ അവിടെ വന്നിരുന്ന തയ്യക്കാരനോട് സംസാരിക്കുമായിരുന്നു.
ഷർട്ടൊന്നും എടുത്താൽ അടിക്കാൻ ആളുകൾ വരുന്ന തയ്യൽക്കൂലി ചെയ്യുന്ന ആളുകൾക്കും, കാരണം എല്ലാം ഓൺലൈനിലൂടെ തയ്യൽക്കൂലി, അവർക്ക് തയ്യൽക്കൂലി കിട്ടാതെ അവർക്ക് മുതലാവുകയുണ്ട്. പക്ഷേ തയ്യൽക്കൂലിയുടെ കാശിനേക്കാൾ കുറച്ച് ഓൺലൈൻ വഴി പുസ്തകങ്ങൾ വിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വളരെ സർവ്വരംഗത്തും പരാജയപ്പെട്ടൊരു ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾ പോലീസ് നീതി ലഭിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നതല്ല. എറണാകുളം ജില്ലയിലെ CPM-ൻ്റെ ജില്ലാ സമ്മേളനത്തിൽ പറയുന്നു. ഇന്നലെ നടന്ന ക്രൂരമായ സംഭവം അത് സംബന്ധിച്ച് ഒരു കൊലക്കേസ് ഇറങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലെ 2 ജീവനാണ് നഷ്ടപ്പെട്ടത്. ആനയുടെ ചവിട്ടേറ്റ ആളുകൾ മരിക്കുന്നു, വന്യജീവികളുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ വന്യജീവി സംരക്ഷിക്കുന്ന മന്ത്രി കോഴിക്കോട് ബിജു പാട്ടുകാരനാണ്. അതുപോലെ മന്ത്രിക്ക് പാടാൻ പറ്റുമോ? ഒരു ശവശരീരം അടക്കം ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറയുന്ന ആളുകൾ, അപ്പോൾ അദ്ദേഹം ഹിന്ദിയിൽ പാട്ടുപാടി പഠിക്കുകയാണ് കേരളത്തിൻ്റെ വനം വകുപ്പ് കൊണ്ടുപോയി. അതാണ് കേരളത്തിലെ സ്ഥിതി. ജനങ്ങളുടെ ജീവൻ സംരക്ഷണം നൽകാത്ത ഒരു ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് എന്ന് സൂചിക്കാതെ വരുന്ന ദിവസം വളരെ കുറഞ്ഞ നിരക്കിൽ സാധനം കിട്ടുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ ഭുവനെ ഉദ്ഘാടനം പറഞ്ഞതുപോലെ മണ്ണെണ്ണയില്ല, മറ്റ് അരിയില്ല, കുത്തരി മറ്റ് ചാക്കരിയൊക്കെ കൊടുത്തോണ്ടിരുന്നത്, വെള്ളയരിയൊക്കെ കൊടുത്തോണ്ടിരുന്ന സ്ഥാപനമായിരുന്നു. പക്ഷെ ഒന്നുമില്ല. അപ്പോൾ വളരെ ഗതികേടാണ്. അവരുടെ ഒരു മാസത്തെ വേതനം എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് UDF ഭരിക്കുന്ന സമയത്തിന് 30,000 രൂപ കിട്ടുമായിരുന്നു. ഇവിടെ മോചനം ഇരിക്കുക, അവൻ നല്ലവരാണ്. അപ്പോൾ ഇപ്പം കിട്ടുന്നത് ഒരു 6,000-7,000 രൂപയാണ്. അത് ഒരുപാട് നാളുകൾക്ക് ശേഷം കിട്ടുന്നത്. അപ്പോൾ അതിപ്പോൾ ഒത്തുതീർപ്പിന് 15-നും 17-നും ഇടയ്ക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടാണ് ഈ സമരം ഒത്തുതീർപ്പാക്കിയത്. സമരത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന റേഷൻ കട ഉടമകൾ അയ്യോടി വരും. അപ്പോൾ ആ സമയം വളരെ ഏതൊക്കെ തിരക്കുണ്ടോ ആ തിരക്കെല്ലാം മാറ്റിവെച്ച് ഞായറാഴ്ച കഴിച്ചുള്ള എല്ലാ ദിവസവും വന്നെങ്കിൽ തുറക്കണം. അവർക്കൊരു മാസം 6,000-7,000 അല്ലെങ്കിൽ 10,000 താഴെയാണെന്ന് പറഞ്ഞാൽ എന്തൊരു ഇതാണ്. പലപ്പോഴും ചാക്ലേറ്റുകളായിട്ട് ഇവിടെ വരും. ആ ചാക്ലേറ്റിൻ്റെ വണ്ടിക്കൂലി കൊടുക്കണം, അത് ഇറക്കി വെക്കാൻ കൂടണം. ഇങ്ങനെയൊക്കെയുള്ള നേരത്തെയൊക്കെ പണ്ടൊക്കെ സഹായികളുണ്ടായിരുന്നു. ഒരു സഹായിയെ വെച്ചാൽ നഷ്ടത്തിൽ ഓടുന്ന തരത്തിലേക്കാണ് റേഷൻ സംവിധാനം. നമുക്ക് ഇവിടെ എനിച്ചേട്ടൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ മദ്യത്തിന് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഡിസ്റ്ററി മേധാവികൾ, വലിയ ധനാഢ്യരായിട്ടുള്ള മദ്യ മുതലാളിമാർ പറയുന്നത് കേട്ട് മാത്രം ജീവിക്കുന്ന സർക്കാർ. മദ്യവും അതുപോലെ തന്നെ ചൂതാട്ടം എന്ന് തന്നെ പറയാം. ലോട്ടറി മാഫിയ സംഘം ഒരു ചൂതാട്ടമാണ്. മനുഷ്യനെ വല്ലാതെ പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾ സ്വപ്നം കണ്ടുപോയി എടുക്കുന്നത്. ഇപ്പം എനിക്ക് ഒരെണ്ണം അടിക്കുമെന്ന് പറഞ്ഞത് UDF ഭരിച്ചുകൊണ്ടിരുന്ന 10 ലോട്ടറി എടുത്താൽ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. 100 ലോട്ടറി എടുത്താൽ ഇവിടെ ശാരീരികമായ വൈഷമ്യങ്ങളുള്ള അമ്മമാർ, സഹോദരിമാർ അല്ലെങ്കിൽ ചേട്ടന്മാർ ഒക്കെ ലോട്ടറി വിറ്റ് നടപ്പുണ്ട്. ഇപ്പം ലോട്ടറി എടുക്കാൻ ആളില്ല. ലോട്ടറി കച്ചവടം വലിയ നഷ്ടമാണ്. അപ്പോൾ ആ മേഖലയിലൊക്കെ വലിയ സ്തംഭനമാണ് ഉണ്ടായിരിക്കുന്നത്, സമസ്ത മേഖലയിലും. മനസ്സിലായില്ലേ? ഇപ്പോൾ രക്ഷയുള്ളത് കൊലപാതകങ്ങൾക്ക് രക്ഷയുണ്ട്, കഞ്ചാവ് മയക്കുമരുന്ന് മാഫിയ സംഘത്തിൽ രക്ഷയുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഇപ്പോൾ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും, ഇടുക്കിയിലും എറണാകുളത്തും പറഞ്ഞു CPM-ന്റെ നേതാക്കന്മാർക്ക് സമ്പത്തുണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പം സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിക്ക് പോലും ഒരു പൊതുപരിപാടിയിൽ CPM-ന്റെ നൂറുകണക്കായ ആളുകൾ സമ്മേളനം കൂടുന്ന ഒരു വേദിയിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയേണ്ട ഒരു തരത്തിലേക്ക് വന്നു. കേരളം മൊത്തത്തിൽ എല്ലാ തരത്തിലും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും ജീവിക്കാൻ മാർഗമില്ല. വികസന പ്രവർത്തകർ, ഞാൻ ത്രിതല പഞ്ചായത്ത് മെമ്പറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ മെമ്പർമാരിയിരിക്കുന്നു. ത്രിതല പഞ്ചായത്ത് മെമ്പർമാർക്ക് അവർക്ക് പൈസ ചിലവഴിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ അക്കൗണ്ടിലുള്ള പണം കൊടുത്തെങ്കിൽ പോലും ട്രഷറിയിൽ നിന്ന് ഗവൺമെൻറ് മാറി കൊടുക്കുന്നില്ല. അപ്പോൾ എല്ലാ മേഖലയിലും റേഷൻ സമ്പ്രദായത്തിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ മേഖലയിലും തരിപ്പണമായിരിക്കുക. ഇടതുപക്ഷ ഗവൺമെൻറ് വരുമ്പോഴൊക്കെ ട്രഷറിയൊക്കെ അടച്ചു കൂട്ടും. UDF ഉമ്മൻചാണ്ടിയുടെ സമയത്ത് എത്രയോ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തി. അവസാനം കോടിക്കണക്കായ രൂപ മിച്ചം വെച്ചിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. ഇവിടെ വന്ന് എല്ലാം അട്ടിമറിച്ച് അഴിമതി നടത്തി സ്വന്തം വീട്ടിലേക്കും സ്വന്തം പാർട്ടിക്കാർക്കും ഒക്കെയായി മാത്രം വേണ്ടി ഭരണം നടത്തി എല്ലാം നിശേഷം തകർന്നിരിക്കുകയാണ്. അവസാന ആശ്രയം, പാവപ്പെട്ട ആളുകളുടെ അവസാന ആശ്രയമായിട്ടുള്ള ഈ റേഷൻ സമ്പ്രദായം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലിയ സമര പ്രക്ഷോഭങ്ങൾ നടത്തപ്പെടുകയാണ്. കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തെ അടിമുടി തകർക്കുന്നതിനു വേണ്ടി
ഈ സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി നിന്ന് ഈ പാവപ്പെട്ട നാട്ടിലെ ജനങ്ങളെ എല്ലാം ചുറ്റോട് മുടിക്കുന്ന തരത്തിലേക്ക് ഭരണ സാഹചര്യം മാറിപ്പോകുന്നൊരു കാലഘട്ടമാണ്. പാവപ്പെട്ട തൊഴിലാളികൾക്കും സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ലഭ്യമാകേണ്ട അവരുടെ അടിസ്ഥാന സൗകര്യമായ ഭക്ഷണം, അരി ഇത് ക്രമാതീതമായി വെട്ടിച്ചുരുക്കുകയും അതുപോലെ തന്നെ അവർക്ക് സമയബന്ധിതമായി നൽകാതെ ഒരു ഗവൺമെൻറ് കടന്നു പോരുകയാണ്. ആ ഗവൺമെൻറ്റിനെതിരെ KPCC കൃത്യമായിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങളും കേരള പ്രദേശ് കോൺഗ്രസ് സമിതിയും UDF ഒക്കെ കൃത്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് വന്നപ്പോൾ ഇന്നലെ യാദൃശ്ചികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് റേഷൻ വ്യാപാരികളുടെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അരി ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ ആളുകൾക്ക് ലഭ്യമാകേണ്ട ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി ലഭ്യമാകേണ്ട അരിയൊക്കെ മൊത്തം നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഭക്ഷ്യവിതരണ സംവിധാനത്തെ താറുമാറാക്കുന്ന രീതിയിൽ ഈ ഗവൺമെൻറ് ജനങ്ങളോട് വലിയ ചതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലാണ് സംസ്ഥാന തലത്തിൽ UDF-ഉം കോൺഗ്രസും ഒക്കെ പ്രക്ഷോഭ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത്.